എല്ലാവർക്കും നമസ്കാരം, സുധീഷാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കടയിൽ കുറച്ച് സ്റ്റോക്ക് എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ അത്യാവശ്യങ്ങളും ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കട നടത്തുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ഈ സ്റ്റോക്ക് എടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കണം. ഓക്കെ, നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ല പണിയുള്ള പണിയാണ്. അപ്പോൾ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ കഴിയുന്ന സമയത്ത് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഏകദേശം കഴിയുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. ആ സമയത്ത് അതിന് വെരിഫൈ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കംപ്ലീറ്റ് ഒറ്റയടിക്ക് തന്നെ അതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഇതിൽ നോൺ മൂവിങ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പ്രൊഡക്റ്റിന് ഓരോ സെക്ഷനായിട്ട് തിരിക്കുക. അപ്പോൾ നമ്മുടെ കഥ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 304, 202, പൈപ്സ്, ഷീറ്റ്, പട്ട, റാഗ്, ഫിറ്റിങ്സ്, അങ്ങനെ ഓരോ സെക്ഷനായി തിരിച്ചത് അതിൻ്റെ ഓരോന്നിൻ്റെ മാത്രം നമ്മൾ സ്റ്റോക്ക് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മളെല്ലാവരും കച്ചവടം ചെയ്യുന്നവരാണ്. നല്ല തിരക്കായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നു. പക്ഷേ നിർബന്ധമായും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് നിർബന്ധമായി ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റോക്ക് ഒന്ന് വെരിഫൈ ചെയ്യണം. അതായത് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. തീരെ പറ്റാത്തതാണെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി എങ്കിലും ചെക്ക് ചെയ്യണം. അതിന് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വന്ന സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ട് ബാലൻസ് അതിനുള്ള കണക്കായിട്ടുള്ള സാധനങ്ങൾ ഇല്ല എങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഫിറ്റും ലോസും നിർണ്ണയിക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും, ആരായാൽ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരായാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും തന്നെ റെഗുലർ സ്റ്റോക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ വീക്കിലി ചെയ്യുക, മന്ത്ലി ചെയ്യുക. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും സ്റ്റോക്ക് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും, കുറച്ച് റേറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ടാവും, കൂടി വന്നിട്ടുണ്ടാവും. അതിൻ്റെ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനും അതുപോലെ തന്നെ കച്ചവടം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും.